അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസം ഒരിക്കൽ കൂടി സമാഗതമായിരിക്കുകയാണ്. ഈ മാസം നമുക്ക് ജീവിക്കാൻ ആയസ്സ് നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. കാരണം കഴിഞ്ഞ റബീഉൽ അവ്വലിന് ആ മാസങ്ങളിലൊക്കെ ജീവിച്ച പല ആളുകളും ഇന്ന് ഖബറുകളിലാണ്. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പറയുമ്പോൾ ഒരു വാക്കുകളിലോ പ്രസംഗങ്ങളിലോ കവിതകളിലോ ഗാനങ്ങളിലോ ഒതുക്കേണ്ടതുമല്ല. നമ്മുടെ ഹൃദയത്തിലേക്ക് കയറേണ്ടതുണ്ട്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടത്തേക്ക് നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. നാം പ്രണയിക്കേണ്ടത് അവിടത്തേക്കാണ്. നാം ലവ് ചെയ്യേണ്ടത് അവിടത്തേക്കാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ പ്രണയിക്കേണ്ടത്, മുഹബ്ബത്ത് വെക്കേണ്ടത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിരുന്ന സ്വഹാബാക്കളുടെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്ന രംഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി കിടക്കുമ്പോൾ ഈ വാർത്ത കേട്ട് ഓടിയെത്തുകയാണ് മഹാനായിരിക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് മുഹമ്മദിൻ്റെ തലയെടുക്കുമെന്ന് പറഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേള ഊരിപ്പിടിച്ച വാളുമായി ഇറങ്ങി നടന്ന ഉമർ കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കൊച്ചു വീട് ലക്ഷ്യമാക്കി നടന്നു വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറ്റൊരു ഗ്രാമത്തിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചിരുന്നു. അതറിഞ്ഞിട്ട് അവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വന്നു. പല സ്വഹാബാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തിരുമുഖം കാണാൻ ദർശിക്കാൻ വന്നു നിൽക്കുന്നുണ്ട്. അങ്ങനെ പലരും പറയുന്നു, മുഹമ്മദ് മരിച്ചുപോയി, മുഹമ്മദ് മരണപ്പെട്ടു. ഇത് കേട്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ട സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാൻ കഴിയുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇനി ആരെങ്കിലും എൻ്റെ പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് വാള് ഊരിപ്പിടിച്ചിട്ട് മുറ്റത്ത് കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. ഈ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് കയറി. അവിടെ ചെന്ന് ലോകത്ത് കൊടുക്കാൻ പറ്റുന്ന, ലോകത്തെ ഏറ്റവും വലിയ ഒരു സുഹൃത്തിന് നൽകേണ്ട ഏറ്റവും വലിയ സുഹൃത്തിൻ്റെ ഒരു ചുംബനമർപ്പിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുക. എന്നിട്ടിങ്ങനെ ചുറ്റുപാടും ഇങ്ങനെ നോക്കി, എന്തേ എൻ്റെ പ്രവാചകൻ്റെ മയ്യത്ത് കാണാൻ ആരും അകത്തേക്ക് വരാത്തത്? നോക്കുമ്പോൾ മനസ്സിലായി, പുറത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. സംഗതി മനസ്സിലായി. ഉടനെ ചെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമറേ, എന്താണ് നീ കാണിക്കുന്നത്? മുഹമ്മദിനെയാണ് നീ ആരാധിച്ചിരുന്നത്, എന്നാൽ മുഹമ്മദ് മരണപ്പെട്ടു പോയി. അതല്ല, അള്ളാഹുവിനെയാണോ ആരാധിക്കുന്നത്? ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഇതിങ്ങോട്ട് പറഞ്ഞപ്പോൾ മഹാനായിരിക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വേള തലയെടുക്കാൻ വേണ്ടി പുറപ്പെട്ട മഹാനായിരിക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്ന് പ്രവാചകന്റെ മരണം കേട്ട് കുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചുമരിലേക്ക് വീണു. എന്നിട്ട് പറയാ, അബൂബക്കറെ, ഇതൊന്നും എനിക്കറിയാഞ്ഞിട്ടല്ല, പക്ഷേ എൻ്റെ പ്രവാചകൻ മരിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. എൻ്റെ പ്രവാചകനില്ലാത്ത സുബ്ഹി ജമാഅത്ത്, എൻ്റെ പ്രവാചകനില്ലാത്ത ജമാഅത്തുകൾ, എൻ്റെ പ്രവാചകനില്ലാത്ത മദീനയുടെ പള്ളി എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അബൂബക്കറെ എന്ന് അബൂബക്കർ എൻ്റെ ചുമലിലേക്ക് വീണിട്ട് അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ സ്നേഹം, അവരൊക്കെ സ്നേഹിച്ചതിൻ്റെ അളവ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളും സ്നേഹിക്കേണ്ടതുണ്ട്, സ്വലാത്തുകൾ ചൊല്ലേണ്ടതുണ്ട്, ആ പ്രവാചകരെ മുഹബ്ബത്ത് വെക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.